വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മണ്ഡല മകരവിളക്ക് കാലത്ത് പമ്പയിൽ പാർക്കിംഗ് അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ചെക്കുപാലം 2, ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിലാണ് ചെറുവാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിച്ചത്. പോലീസിന്റെയും KSRTC വാഹനങ്ങളുടെയും എതിർപ്പ് അവഗണിച്ചാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, സാധാരണ നിലയ്ക്കലിന് തൊട്ടുമുമ്പുള്ള പ്രദേശങ്ങളിലാണ് പാർക്കിംഗ് അനുവദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി പമ്പയിൽ തന്നെ പാർക്കിംഗ് അനുവദിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺകുമാർ, ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ സുപ്രധാന ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 2018 മുതൽ നിലയ്ക്കൽ വരെ മാത്രമേ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നുള്ളൂ, പമ്പയിലേക്ക് കടത്തിവിട്ടിരുന്നില്ല. പകരം നിലയ്ക്കലിൽ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് KSRTCയുടെ ചെയിൻ സർവീസിലായിരുന്നു ഭക്തർ പമ്പയിലേക്ക് പോയിരുന്നത്. ഇതിനെതിരെ ദേവസ്വം ബോർഡാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത്തവണ മുതൽ ഇത്തരത്തിൽ പമ്പയിലും പാർക്കിംഗ് അനുവദിക്കണം എന്നതാണ് കോടതിയുടെ ഉത്തരവ്. പമ്പയിൽ ചക്കുപാലം 2-ലും അതോടൊപ്പം ഹിൽ ടോപ്പിലും ചെറുവാഹനങ്ങൾക്കടക്കം പാർക്കിംഗ് ഏർപ്പെടുത്തണം എന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. മാത്രമല്ല, ഇതിനെ നേരത്തെ KSRTCയും പോലീസും എതിർത്തിരുന്നു. KSRTCയുടെ വാദം ചെറുവാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്താൽ അത് KSRTCയുടെ ചെയിൻ സർവീസിനെ ബാധിക്കും എന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പാർക്കിംഗ് ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്താൽ അത് ഗതാഗത നിയന്ത്രണത്തിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പോലീസും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ ദേവസ്വം ബോർഡിൻ്റെ ഹർജി അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ ഇതൊരു താൽക്കാലിക തീരുമാനമാണ് എന്നും കൂടുതൽ പ്രശ്നമോ അല്ലെങ്കിൽ ഗതാഗത കുരുക്കോ ഉണ്ടായാൽ പോലീസിന് പകരം മറ്റ് തീരുമാനങ്ങൾ എടുക്കാമെന്നും ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, നിലയ്ക്കലിലടക്കം ഇത്തരത്തിൽ KSRTC ബസ് കിട്ടാത്തതിനെ തുടർന്ന് ഇതര സംസ്ഥാനത്തു നിന്ന് വന്ന ഭക്തരടക്കം വലിയ തോതിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം കോടതി ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹിൽ ടോപ്പിൻ്റെ തുടക്ക ഭാഗത്ത് 20 KSRTC ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള അംഗീകാരവും കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് ഏത് തരത്തിലായിരിക്കും ശബരിമലയിൽ ഇത്തവണത്തെ തീർത്ഥാടന കാലത്തെ സൗകര്യങ്ങളെ ബാധിക്കുക എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഇത്തവണ ഇത്തരത്തിൽ നിലയ്ക്കലിന് പകരം പമ്പ വരെ സ്വകാര്യ വാഹനങ്ങൾക്കടക്കം കടന്നു ചെല്ലാം. അവിടെ പാർക്കിംഗ് അനുവദിക്കും. 24 മണിക്കൂറും അവിടെ പാർക്കിംഗ് അനുവദിക്കും എന്നാണ് ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ദേവസ്വം ബെഞ്ച് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണ പാർക്കിംഗ് പമ്പയിൽ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പമ്പയിലും പാർക്കിങ്ങിന് കോടതി അനുമതി നൽകിയിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് വരുന്നത്.